ദേവികാസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു മീൻകറിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയല മീൻ കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ഗ്രേവിക്ക് പോലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കപ്പോൾ അയലമീൻ കറി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ അയലയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ അയലയാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻ കറിയാണ് വയ്ക്കുന്നത്. തേങ്ങയൊക്കെ അരച്ചിട്ട് വയ്ക്കുന്ന മീൻ കറി. ഇതിന് വേണ്ടിയിട്ട് ചെറിയ മീനോ വലിയ മീനോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് കപ്പ് കണക്കിന് പറയുകയാണെങ്കിൽ ഒരു ഫുൾ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 5-6 കഷ്ണം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇതിലേക്ക് ആവശ്യമുള്ളത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി മുളക് പൊടി വേണം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി വേണം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി ഒരുപാട് വേണ്ട, 1/2 ടേബിൾ സ്പൂൺ മതി. അപ്പോൾ ഇത് ഞാൻ 1/2 കിലോ അയലയുടെ അളവിനുള്ള പൊടികളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മീൻ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ് ചേർക്കുകയാണ് ചെയ്യുന്നത്. പിഴിപുളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് തേങ്ങയുടെ കൂടെ പുളി, ചെറിയൊരു കഷ്ണം പുളിയും കൂടെ അരച്ച് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പുളി പിഴിഞ്ഞിട്ട് ചേർക്കാം. ഞാനിപ്പോൾ അരച്ച് ചേർക്കുന്നില്ല, പുളി പിഴിഞ്ഞ് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പുളി ഇതുപോലെ ഒരു കഷ്ണം പുളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ മീൻകറിയിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഈ ഒരു വലിപ്പത്തിൽ പുളി എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ തക്കാളി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ പുളി എടുക്കണം. അപ്പോൾ ഈ പുളി ഒന്ന് കുതിർന്ന് വരാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അരപ്പ് നമുക്കിനി ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് വേണം വെള്ളം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളതാണ് മുരിങ്ങയ്ക്ക. ട്രിവാൻഡ്രം മീൻ കറിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മുരിങ്ങയ്ക്ക. ഞാൻ ചെറിയ 2 മുരിങ്ങയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് എടുത്തത്. ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കൂടെ നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയ്ക്ക ചേർത്തിട്ടുള്ള മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്ന് തയ്യാറാക്കി നോക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പുളിവെള്ളവും കൂടെ ചേർത്ത് ഞാൻ മൊത്തത്തിൽ 1.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് വയ്ക്കാം. അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. എന്ന് കരുതി ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അപ്പം മീൻ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ ഗ്രേവി ചെറുതായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവാപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉലുവാപ്പൊടി കൂടി പോകരുത്, മീൻ കറിക്ക് കയ്പ്പ് വരും. മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഒരുപാട് തവിയിട്ട് ഇളക്കുകയും ചെയ്യരുത്. ഇതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് അടച്ചു വെച്ച് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട് വയ്ക്കാം. മീൻ നന്നായിട്ടൊന്ന് വെന്ത് ചാറും കുറച്ചൊന്ന് വറ്റി കുറുകി വരണം. അപ്പോൾ ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ചട്ടി ചുറ്റി കൊടുക്കണം. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇതിന് മുമ്പ് ഒരുപാട് മീൻകറിയുടെ വീഡിയോസിൽ അത് കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ ഇനിയിപ്പോൾ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനി നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് ആ ചാറ് കുറച്ചൊന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ചട്ടി ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറി. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രേവിയിലാണ് ഈ മീൻകറി എടുക്കുന്നത്. കാരണം ഇത് തേങ്ങ അരച്ച മീൻകറി ആയതുകൊണ്ട് കുറച്ച് ഇരുന്നൊന്ന് കുറുകും. അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മീൻ കറിയിൽ കടുകൊന്നും താളിക്കുന്നില്ല.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് കടുക് താളിച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കടുക് താളിച്ച് ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. മുരിങ്ങയ്ക്കൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് തേങ്ങ അരച്ചിട്ടുള്ള വേറെ ഒരു അയല മീൻ കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ആലപ്പുഴ സ്റ്റൈൽ മീൻകറി പച്ചമാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു മീൻകറിയുടെ വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ തേങ്ങ അരച്ചിട്ട് കുടംപുളിയൊക്കെ ഇട്ടിട്ടുള്ള മാന്തൽ മീൻ കറിയുടെ വീഡിയോയും ഇട്ടിട്ടുണ്ട്. വേറെ വെറൈറ്റി ആയിട്ടുള്ള കുറേ മീൻ കറിയുടെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു മീൻ കറി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്